ജിൻഡോ, ഇവിടെ നിങ്ങൾ വിജയരാഘവനെ വർഗീയ വിജയരാഘവൻ എന്ന് വിളിക്കുകയാണ്. തെറ്റാണ്. വിജയരാഘവൻ വർഗീയവാദിയാണോ? അല്ല. പി മോഹനൻ വർഗീയവാദിയാണോ? അല്ല. ഞാൻ പറയാൻ കാരണം എന്താണ്? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഹമാസ് എന്ന് പറഞ്ഞ്, പൗരത്വ ഭേദഗതി എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മുസ്ലിം സംരക്ഷണം ഞങ്ങളാണെന്ന് പറഞ്ഞ് മലബാർ മേഖലയിലൊക്കെ പ്രസംഗിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഗുണം ഉണ്ടായില്ലെന്ന് മാത്രമല്ല തിരിച്ചടിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ മുസ്ലിം വോട്ട് കിട്ടിയില്ല. CPM-ന്റെ ബേസ് വോട്ട് ഈഴ വോട്ട് ചോർന്നു പോവുകയും ചെയ്തു. അടുത്ത ഇലക്ഷൻ ഇപ്പോൾ നേരത്തെ ഈ പറയുന്ന എന്താണ് ആ സ്ട്രാറ്റജി നേരെ തിരിച്ചിട്ടു. ആ തിരിച്ചിടുമ്പോൾ പറയുന്ന കാര്യങ്ങൾ പറയുന്നു എന്നതല്ലാതെ ഇവരൊന്നും ഉള്ളിൽ വർഗീയവാദികളല്ല ജിൻഡോ. അപ്പൊ അവരെ വർഗീയവാദികൾ എന്ന് വിളിക്കാവോ? വർഗീയ വിജയരാഘവൻ എന്നൊക്കെ വിളിക്കാവോ? തെറ്റല്ലേ? ഇല്ല, വർഗീയവാദികൾ എന്നല്ല വിളിക്കേണ്ടത്, വിഷരാഘവൻ എന്നാണ് വിളിക്കേണ്ടത്. കാരണം എത്രത്തോളം വിഷലിപ്തമായിട്ടുള്ള മുദ്രാവാക്യമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രസംഗിച്ചത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന KT കുഞ്ഞിക്കണ്ണൻ പറയാൻ പറ്റുമോ പ്രിയങ്ക ഗാന്ധിയുടെ പ്രകടനത്തിൻ്റെ മുന്നിലും പിന്നിലും ആരായിരുന്നു എന്നാണ് വിജയരാഘവൻ ഉദ്ദേശിച്ചത്? ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാകാഞ്ഞിട്ടാണെങ്കിൽ താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയാൻ പറ്റുമോ? ആരാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രകടനത്തിൻ്റെ മുന്നിലും പിന്നിലും ഉണ്ടായിരുന്നത് എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചത്? ഏത് പതാകയാണ് നിങ്ങൾ കണ്ടത്? ഏത് പ്രസ്ഥാനത്തെയാണ് നിങ്ങൾ കണ്ടത്? നിങ്ങൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയണ്ടേ? ഞങ്ങൾ പറഞ്ഞു. അതായത് ലീഗ് ഈ ജമാഅത്തെ ഇസ്ലാമിയും SDPയും ഇപ്പോൾ അവർ അംബറിലെ കീഴിൽ നിർത്തുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലീഗിന്റെ പതാക എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി പ്ലസ് SDPI പ്ലസ് ലീഗിന്റെ പച്ച പതാക, എല്ലാം പച്ചയാണല്ലോ എന്നൊക്കെയാണല്ലോ വെപ്പ്. അപ്പോൾ അത് ലീഗിന്റെ പതാക എല്ലാം കൂടി ചേർന്ന് ഉദ്ദേശിച്ചു. അവർ കണ്ടപ്പോൾ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ പതാകയെ അവർ കാണാൻ കഴിയുന്നു, SDPയുടെ പതാകയെ കാണാൻ കഴിയുന്നു. കാര്യം എന്താണ്? ലീഗിന്റെ നമ്പറിന്റെ കീഴിലാണ് ഇവരെല്ലാവരും അക്കോർഡിംഗ് ടു CPM. ഓക്കെ, അങ്ങനെ ഇപ്പോൾ ഹാഷ്മി അവസാനം പറഞ്ഞ വാചകമാണ് കറക്റ്റ്. അക്കോർഡിംഗ് ടു CPM ഇത് തന്നെയാണ് അമിത്ഷാ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ പ്രകടനത്തിൽ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുമ്പോഴൊക്കെ പാകിസ്ഥാൻ പതാകകളുമായിട്ട് തീവ്രവാദികൾ നടക്കുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടത്തുന്നത്. അതിൻ്റെ ശരിയും തെറ്റുമൊക്കെ കേരളത്തിൽ ചർച്ച ചെയ്തപ്പോൾ CPM അന്നെടുത്ത സ്റ്റാൻഡ് എന്തായിരുന്നു എന്നൊക്കെ ഇവർ ഓർക്കുന്നതല്ല. ഇത് വിജയരാഘവൻ്റെ ഒറ്റപ്പെട്ട ഒരു പരാമർശമായിട്ട് മാത്രം മാറ്റിവെക്കാൻ പറ്റില്ല. ഈ ചർച്ചയിൽ പോലും കൃത്യമായിട്ട് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്ന KT കുഞ്ഞിക്കണ്ണനെ പോലുള്ള ആളുകൾ മുൻകാല ചരിത്രം കൂടി പരിശോധിക്കണം. ഇത് പെട്ടെന്ന് വന്നൊരു നാക്കുപിഴയായിട്ടൊന്നും നമ്മൾ കാണണ്ട. CPM-ന്റെ പ്രഖ്യാപിത നിലപാടാണെന്നേ. കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി പ്രചരിപ്പിച്ചത് ആരാണെന്ന് കണ്ടെത്താൻ കേരളത്തിലെ പോലീസിന് കഴിയാഞ്ഞിട്ടല്ല. അത് കണ്ടെത്തിയാൽ CPM-ന്റെ ഉന്നത നേതാക്കന്മാരുമായിട്ട് അടുത്ത ബന്ധമുള്ള CPM-ന്റെ സഖാക്കന്മാർ പ്രതിയേർക്കപ്പെട്ട് അകത്ത് പോകുമെന്നുള്ളത് കൊണ്ടാണ്. ജിൻഡോ, എന്റെ പോയിന്റ് എന്താണ്? എന്റെ പോയിന്റ് CPM ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരം ഏതെങ്കിലും പ്രസ്താവന നടത്തിക്കണ്ടോ? ഇല്ല. അവർ ന്യൂനപക്ഷ സംരക്ഷകരായിരുന്നു. അവർ പൗരത്വ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് മാസ് ഡയലോഗ് ഇട്ട് പറയുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിയായിരുന്നു, അല്ലേ? അവർ ഈ പറയുന്ന പലസ്തീൻ കോസിനൊപ്പം നിന്ന് മലബാർ മേഖലയിലൊക്കെ എല്ലാ കവലകളിലും നടത്തി പ്രചരണം നടത്തിയ ന്യൂനപക്ഷ സംരക്ഷകരും മുസ്ലിം ഇഷ്ടക്കാരുമല്ല ആയിരുന്നില്ലേ ജിൻഡോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദൗർഭാഗ്യവശാൽ അവരുടെ തന്ത്രം പരാജയപ്പെട്ടു. തന്ത്രം ഒന്ന് മാറ്റി, അത്രേ ഉള്ളൂ ഇക്കാര്യത്തിൽ. അതിന് ഇങ്ങനെ വിഷമിക്കണോ? അല്ല, അവർ അടവ് നയം മാറ്റാതിരിക്കുക, അത് അവരുടെ പാർട്ടിയുടെ പ്രശ്നമാണ്. പക്ഷേ കേരളം പോലെ മതേതരത്വത്തിൻ്റെ ഒരു പച്ചത്തുരുത്തായിട്ട് ഇരിക്കുന്ന സംസ്ഥാനത്ത് വിഷലിപ്തമായിട്ടുള്ള ഇത്തരം പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ആളുകളെ തമ്മിലടിപ്പിക്കാൻ നോക്കുന്നതിന് ഇതിനെ കേസെടുത്ത് പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുസ്ലിം ലീഗ് ഇവർക്ക് വലിയ പലഹാരമായിരുന്നു, ഇവർക്ക് മുസ്ലിം ലീഗിനോട് പുന്നാരമായിരുന്നു. മുസ്ലിം ലീഗിന് അർഹതപ്പെട്ടത് പലതും കൊടുക്കാനുണ്ടെന്നൊക്കെയാണ് CPM-ന്റെ ഉന്നത നേതാക്കന്മാർ പറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ അമ്പി കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗിനില്ലാത്ത കുഴപ്പങ്ങളില്ല. മുൻപ് ഈ വിജയരാഘവൻ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പാണക്കാട്ട് തങ്ങൾ വടക്കോട്ട് പോയാൽ വർഗീയ കലാപം ഉണ്ടാവും, കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിലേക്ക് വർഗീയ തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുന്നു. എന്തൊക്കെയാണ് പറഞ്ഞത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ് എന്താ? മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രസ്താവന, ഹിന്ദു പത്രത്തിൽ വന്ന വാർത്ത, ഇന്റർവ്യൂ എന്താ? അതിന് PR ഏജൻസി ആരുടെയായിരുന്നു? സംഘപരിവാർ ഏജൻസികളുമായി ബന്ധപ്പെട്ട PR ഏജൻസി നടത്തുന്ന അത്തരം വാർത്തകളെ തള്ളിപ്പറയാതെ, അത്തരം നിലപാടുകളെ തള്ളിപ്പറയാതെ CPM അതിനെ എൻഡോഴ്സ് ചെയ്യാണ്. ഇപ്പോൾ പോലും വിജയരാഘവൻ എടുത്ത നിലപാട് തെറ്റായിരുന്നു എന്ന് CPM-ന്റെ ഏതെങ്കിലും ഒരു നേതാവ് പറയുന്നുണ്ടോ? പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് വിജയരാഘവൻ. കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി പ്രചരിപ്പിച്ചതുപോലെ കഴിഞ്ഞ ലോക്സഭ ബൈ ഇലക്ഷൻ സമയത്ത് പാലക്കാട് സിറാജും സുപ്രഭാതം പത്രത്തിൽ വാർത്ത കൊടുത്തതുപോലെ ആളുകളെ തരാതരം പോലെ ഓരോ തെരഞ്ഞെടുപ്പ് സമയത്ത് തമ്മിലടിപ്പിക്കാനുള്ള വർഗീയ അജണ്ടയാണ് ഇതിന്റെ പുറകിൽ. കുറച്ച് ദിവസം മുമ്പല്ലേ CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മെക്സവന്റെ പുറകിലുള്ള വർഗീയ തീവ്രവാദികളുടെ സാന്നിധ്യം പരിശോധിക്കാൻ ഇറങ്ങിയത്. അവസാനം എന്താ സംഭവിച്ചത്? കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് പിണറായി വിജയനാണ്. പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ, പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിരുന്ന പിണറായി വിജയൻ. ആ പിണറായി വിജയന്റെ പോലീസിന് അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റാത്തത്ര ആഴത്തിലുള്ള തീവ്രവാദ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. മെക്സവനുമായി ബന്ധപ്പെട്ട ആരോപണം നടത്തുന്നു. അല്ലെങ്കിൽ കുറച്ചു കാലം മുമ്പല്ലേ ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു പ്രസ്താവന നടക്കുന്നത്? ജോർജ് തോമസ് എന്ന് പറഞ്ഞ MLA ഉൾപ്പെടെ പിന്താങ്ങിയ ആ പ്രസ്താവന. അല്ല, ഞാൻ പറയട്ടെ VS അച്യുതാനന്ദൻ പറഞ്ഞ അതേ വാചകങ്ങളാണ് യോഗി ആദിത്യനാഥ് പറയുന്നത്. കേരളക്ക് ഏക് മുഖ്യമന്ത്രി, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ബോല എന്നും പറഞ്ഞുകൊണ്ട് ബോലിക്കൊണ്ടിരുന്നത്. ഇന്ത്യയിൽ മുഴുവൻ അവർ പ്രചാരണം നടത്തുന്നില്ലേ? സംഘപരിവാർ ഏജൻസികൾക്ക് ഈ രാജ്യം
മുഴുവൻ പ്രചരണം നടത്താനുള്ള വഴിമരുന്നിട്ട് കൊടുത്തിട്ട് പിന്നീട് ഇവർ ഏതെങ്കിലും പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്തുകയോ CAA വിരുദ്ധ സമരം നടത്തിയാൽ ആര് വിശ്വസിക്കും? CAA-ക്കെതിരെ സമരം ചെയ്ത ചെറുപ്പക്കാർക്കെതിരെ കലാപഹരണത്തിന് കേസെടുത്ത പിണറായി വിജയന്റെ പോലീസ്. CPM ഇപ്പൊ പറക്കുന്ന ഭൂരിപക്ഷ പ്രീണനം ചീട്ട് കീറിയാൽ ഉടനെ അടുത്ത ചീട്ടിറക്കും. അത്രേ ഉള്ളൂ. അക്കാര്യത്തിൽ അതിനെ അങ്ങനെ വ്യാകുലപ്പെടേണ്ട കാര്യമോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങനെ എത്താം ജിൻഡോ.